ഹായ് ഓൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 അനുമോൾ നിറഞ്ഞു നിന്നിരുന്നൊരു എപ്പിസോഡായിരുന്നു ഇത്. അത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ എന്നെല്ലാം പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും. ഇന്ന് എന്തായാലും അടിയാവുമെന്ന് അനുമോൾ തന്നെ പറഞ്ഞുകൊണ്ടാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസത്തെ പ്രശ്നങ്ങളുടെ ബാക്കിയായിട്ട് ഞാൻ കിച്ചണിൽ കയറും ക്യാപ്റ്റൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല എന്നൊക്കെയാണ് പറയുന്നത്. അനുമോളുടെ വാശിയും കൂടെ ആയപ്പോഴാണ് ആ പ്രശ്നമൊക്കെ അത്ര വഷളായതെന്ന് ബിന്നി പറഞ്ഞു. കിച്ചണിൽ കയറുമെന്ന് പറഞ്ഞെങ്കിലും അനുമോൾ കിച്ചണിൽ കയറിയില്ല. അനുമോൾ കിച്ചണിൽ കയറുന്നില്ല, സഹകരിക്കുന്നില്ല, ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി. അപ്പം ഇനി ഇതെല്ലാവരോടുമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ബിന്നിയൊക്കെ അനുമോളുടെ അടുത്ത് പോയി സംസാരിക്കാൻ പോകുന്നുണ്ട്. അനുമോൾ എല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്യും, അത്രയുള്ള പണിയെ അവിടെ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഈ ഇളക്കൽ മാത്രമല്ലല്ലോ, പാത്രം കഴുകലും വൃത്തിയും മറ്റു കാര്യങ്ങളും എല്ലാം ഉൾപ്പെടെയാണ് ഈ കിച്ചണിലെ പണികൾ വരുന്നത്. നല്ല മനസ്സോടുകൂടിയാണെന്നുണ്ടെങ്കിൽ ആ ക്രെഡിറ്റിന് അല്ലെങ്കിൽ തിരിച്ച് ഒരു കാര്യം നമ്മൾ അങ്ങോട്ട് ചെയ്താൽ തിരിച്ച് ഇങ്ങോട്ട് വേണം എന്നൊക്കെ പറയുന്ന പരിപാടി ഇവിടെ ഉണ്ടാവില്ല. അനുമോൾക്ക് വാശി ഉണ്ടെങ്കിൽ ആ വാശിയിൽ പോലും ഉറച്ചു നിൽക്കാൻ അനുമോൾക്ക് പറ്റുന്നില്ല. അതിനുമുമ്പ് ഒരു ചെറിയ കാര്യം, ചാനലിലെ വീഡിയോസ് ഒക്കെ എല്ലാവരും കാണാറുണ്ട്, സന്തോഷം. ഒപ്പം തന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണം കേട്ടോ. പിന്നെ സ്വേച്ഛാധിപതിയും അനീഷും ഒക്കെ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ, അനീഷ് നല്ലൊരു മന്ത്രിയായിട്ട് അഭിനയിച്ച് അവിടെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ അക്ബർ അനുമോളോട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ആരും സംസാരിക്കുന്നില്ല എന്ന് ചോദിച്ചു. അവൻ എൻ്റെ അപ്പനോ ഹസ്ബൻഡോ ഒന്നും അല്ലെന്ന് അനുമോളും ഇപ്പൊ ഫ്രണ്ട് അല്ലേ എന്ന് അക്ബറും ഒക്കെ ചോദിച്ചു. ഇവിടെ ആരും എൻ്റെ ഫ്രണ്ട് അല്ലെന്ന് അനുമോള് പറഞ്ഞു. ബാത്റൂം ക്ലീൻ ചെയ്യാൻ അനുമോളോട് നെവിൻ പറഞ്ഞപ്പോൾ ഞാൻ നിന്റെ അടിമയൊന്നുമല്ല, അങ്ങനെയുള്ളവരോട് പോയി പറഞ്ഞാൽ മതി എന്ന് അനുമോള് പറഞ്ഞു. അനുമോൾ എല്ലാത്തിനെയും ക്രെഡിറ്റ് എടുക്കാൻ നോക്കുന്നതിനെ പറ്റി അക്ബർ പറഞ്ഞു. അനുമോള് മാത്രമാണ് അവിടെ പണിയെടുത്ത് ക്ഷീണിച്ചിരിക്കുന്നത്. ഫുഡിന്റെ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം മാത്രം, അടുപ്പിന്റെ ചൂട്ടിൽ നിന്ന് മാറില്ല. ചുരുക്കി പറഞ്ഞാൽ കുക്കിങ്ങിന്റെ ഫുൾ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അനുമോൾ ആ പണിയെല്ലാം ചെയ്യുന്നത്. അനുമോൾ മാത്രം പണിയെടുക്കാതെ മാറിയിരിക്കുന്നത് ശരിയല്ലെന്ന് നൂറേ അഭിലാഷും കൂടെ അപ്പാനിയോട് പറഞ്ഞു. അങ്ങനെ ഒരാൾ മാത്രം മാറിയിരിക്കാൻ തുടങ്ങിയാൽ ഞങ്ങൾ മാറിയിരിക്കുന്നു അഭിലാഷ് പറഞ്ഞു. അഭിലാഷ് ഇപ്പുറത്ത് ഇങ്ങനെ പറഞ്ഞാലും അപ്പുറത്തേന്ന് മറ്റേ വർത്താനം പറയണുണ്ട്. അവിടെ ക്യാമറ പോലും കാണുന്നില്ല എന്ന് വിചാരിച്ച് ഒളിച്ച ആപ്പിൾ കഴിക്കുന്ന അനുമോളെയാണ് കാണിച്ചത്. എന്തൊരു ഗതികേടാന്ന് നോക്കി. ഫുഡൊന്നും വേണ്ടെന്ന് പറയുന്നു. ബാക്കിയുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കും, ഇല്ലെങ്കിൽ കഴിക്കാമായിരുന്നു, എല്ലാവരും കൂടെ നിർബന്ധിക്കുമ്പോൾ പിന്നെ പോയിരുന്ന് കഴിക്കുന്നു. എന്തൊരവസ്ഥയാണ് അവരുടെ. പിന്നെ അഭിലാഷ്, ചൈത്യ, ബിന്നി ഇവരെല്ലാവരും ചെന്ന് വീണ്ടും പറയുന്നുണ്ട്, എണ്ണം നീ പണിയെടുക്കണം, ഫുഡ് കഴിക്കണം, ഇതെല്ലാം ഓരോരുത്തരും മാറി മാറി പറയുന്നുണ്ട്. ഈ അനുമോൾക്ക് എന്താണ് ഇത്ര പ്രത്യേകത? എല്ലാവരും ചെന്ന് ഇത്രയും കാല് പിടിച്ച് ഫുഡ് കഴിക്കാൻ പറയണം, ഇത്ര നിർബന്ധിച്ച് ഫുഡ് കഴിപ്പിക്കേണ്ട കാര്യം എന്താ? അവർക്ക് വേണമെങ്കിൽ കഴിക്കട്ടെ, ഇല്ലെങ്കിൽ പോ. പിന്നെ അതിനുശേഷം അനുമോൾ പോയി പാത്രം കഴുകിയെന്ന് വരുത്തുന്നത് കണ്ടു. ഇതിൻ്റെ എല്ലാ ഇടയിലും നെവിൻ ഉറങ്ങിയിട്ട് പട്ട് വരച്ചു. പിന്നെ അനുമോൾ ഫുഡ് കഴിക്കുന്നത് കാണിച്ചു. എല്ലാവരും അതിനെപ്പറ്റി അവിടെ ഇരുന്ന് കമൻ്റൊക്കെ പറയുന്നുണ്ട്. അപ്പാനി, അക്ബർ, റെനയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു ചോദിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ലേറ്റായിട്ട് കഴിച്ചു. ലഞ്ചിന്റെ കാര്യം എങ്ങനെയാ? അത് മാറ്റി വെച്ചിട്ടുണ്ട്, അത് വൈകി കഴിച്ചോളും. ഡിന്നർ എങ്ങനെയാ, ഉണ്ടാക്കണോ? ഉണ്ടാക്കണം, വൈകിയാലും കഴിച്ചോളും. ഇങ്ങനെയൊക്കെ ഒരു ട്രോളി വിടുന്നുണ്ടായിരുന്നു.